ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്റർ ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പം ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. റിപ്ലിക്കേഷൻ കഴിഞ്ഞു, ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളെ ജനറ്റിക് കോഡാണ്. ഓക്കെ, സോ ജനറ്റിക് കോഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് DNA-യിൽ നിന്നും നമ്മൾ കോപ്പി അടിച്ച് ആ ബുക്കിൽ നിന്നും കോപ്പി അടിച്ച് RNA ഉണ്ടാക്കുന്നു. നമ്മളത് പോയിട്ട് നമ്മളെ ഷെഫായിട്ടുള്ള റൈബോസോമിന് കൊടുക്കുന്നു. റൈബോസോം ഈ RNA-നെ വായിച്ച് പ്രോട്ടീന് ഉണ്ടാക്കുന്നു. സോ ഒന്ന് ആലോചിക്കുക, പ്രോട്ടീൻ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ DNA-യിലുള്ള ഈ ഒരു സീക്വൻസ് ഓർ mRNA-യിലുള്ള ഈ ഒരു സീക്വൻസ് എന്താണ്? എത്ര ലെറ്റേഴ്സ് വെച്ചിട്ടുള്ളതാണ്? അഡനിൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ. ഈ 4 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ കോഡ് എഴുതിയിട്ടുള്ളത്. ഇതിനെ വായിച്ചിട്ട് നമ്മൾ അമിനോ ആസിഡ് ആക്കുമ്പോൾ റൈബോസോം എന്തൊരു പണിയെടുക്കണം ഇല്ലേ? അപ്പോൾ റൈബോസോമിന് എളുപ്പത്തിന്, അതായത് റൈബോസോമിന് അത് അമിനോ ആസിഡ് ആക്കണമെങ്കിൽ നമുക്ക് ആ കോഡ്, ആ ഒരു സീക്വൻസിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കോഡ് വേണ്ടേ? ഇത്ര ലെറ്റേഴ്സ്, അഡനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ അല്ലെങ്കിൽ യുറാസിൽ, ഇങ്ങനെ ഈ കോമ്പിനേഷൻസ് വന്നാൽ ഈ അമിനോ ആസിഡ് ആണ്. അല്ലെങ്കിൽ ACG വന്നാൽ ഈ അമിനോ ആസിഡ് ആണ്, AGC വന്നാൽ വേറെ അമിനോ ആസിഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം വേണ്ടേ? സോ അതാണ് കോഡ്, ജനറ്റിക് കോഡ്. there exists a code. നമ്മളെ DNA-യും അറിഞ്ഞിരിക്കുന്നത് ആ ഒരു കോഡിനെ ബേസ് ചെയ്തിട്ടാണ്. അൾട്ടിമേറ്റ് എയിം എന്താ? നമുക്കൊരു യുണീക്ക് പ്രോട്ടീൻ വേണം, നമുക്ക് ആ പ്രോട്ടീൻ തന്നെ വേണം. അത് വായിച്ചാൽ ഈ പ്രോട്ടീൻ തന്നെ ആവണം, അല്ലാതെ ഇത് വായിച്ചിട്ട് പോയിട്ട് വേറെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പാടില്ല. സോ അതാണ് എയിം. അങ്ങനെ തന്നെയാണ് നമ്മളെ ജനറ്റിക് ഇൻഫോർമേഷൻ മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു കോഡിന്റെ ബേസിൽ. ഓക്കെ, നമുക്കറിയാം പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സ് എത്ര അമിനോ ആസിഡ്? there are 200 300 അമിനോ ആസിഡ്സ് ആൻഡ് സോ ഓൺ. പക്ഷേ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സ് 20 എണ്ണേ ഉള്ളൂ. 20 അമിനോ ആസിഡ്സ് മാത്രമേ ഉള്ളൂ. ഗ്ലൈസിൻ, അനലൈൻ, വാലൈൻ, ല്യൂസിൻ, ഐസോലൂസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് 20 അമിനോ ആസിഡ്. ഈ 20 അമിനോ ആസിഡ് ഉണ്ടാക്കണം നമുക്ക് ഈ 4 ലെറ്റർ കോഡ് വെച്ചിട്ട്, 4 ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ആ സീക്വൻസ് വെച്ചിട്ട്. ഓക്കെ, സോ എങ്ങനെയായിരിക്കും ഈ 4 ലെറ്റേഴ്സ് ഉള്ള ഒരു ലാംഗ്വേജിനെ നമ്മളൊരു 20 ലെറ്റേഴ്സ് ഉള്ള ഒരു ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടുള്ളത്? അതാണ് നോക്കാൻ പോകുന്നത്. സോ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ റിക്വയർസ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം എ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് to synthesize the polymer of amino acid. ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമറിൽ നിന്നും അമിനോ ആസിഡിന്റെ പോളിമറിലേക്ക് മാറ്റണം നമുക്ക്. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം. അഡനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജിൽ നിന്നും ഗ്ലൈസിൻ, അലനൈൻ, വാലൈൻ, ല്യൂസിൻ, ഐസോലൂസിൻ, അർജിനിൻ, ഹിസ്റ്റഡിൻ, അങ്ങനെ ഫീനൈൽ, ഇങ്ങനെ 20 അമിനോ ആസിഡ് ഉണ്ട്. ഈ 20 അമിനോ ആസിഡിന്റെ ലാംഗ്വേജിലേക്ക് നമുക്കത് മാറ്റണം. ഓക്കെ, അതെങ്ങനെയാണ് പോസിബിൾ ആയിരിക്കുന്നത്? It was George Gamow, a physicist ആണ്, who argued that since there are only 4 bases, ആകെ 4 ബേസസേ ഉള്ളൂ, 4 ലെറ്റർ ലാംഗ്വേജ് ആണല്ലോ, and if they have to code for 20 അമിനോ ആസിഡ്, അവർക്ക് 20 അമിനോ ആസിഡ് ഉള്ള ഒരു ലാംഗ്വേജിലേക്ക് മാറ്റണം. and the code should constitute a combination of bases, കുറച്ച് ബേസസിന്റെ കോമ്പിനേഷൻസ് വേണം. of course അഡനിൻ will not code for a single അമിനോ ആസിഡ്. അഡനിൻ ഒരു അമിനോ ആസിഡ് ആണ് കോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര അമിനോ ആസിഡിന് പോസിബിലിറ്റി ഉണ്ട്? 4 അമിനോ ആസിഡ്സിനെ പോസിബിലിറ്റി ഉള്ളൂ അല്ലേ? അഡനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, ഈ 4 ലെറ്റേഴ്സും ഓരോരോ അമിനോ ആസിഡാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4 അമിനോ ആസിഡ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. പക്ഷെ 20 എണ്ണം ഉണ്ട് അവിടെ. ഓക്കെ, പ്രോട്ടീൻസിൽ 20 എണ്ണം കാണാറുണ്ട്. അപ്പൊ 4 എണ്ണം അല്ല. ഇനി 2 എണ്ണം ആണെങ്കിലോ? 4 എണ്ണം ആണെങ്കിൽ 4 അഡനിൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ. ഈ ടൈമിന് വരാത്തോണ്ട് കുറച്ച് ഫ്ലോ കിട്ടുന്നില്ല. ഓക്കെ, അഡനിൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ, ഇവര് 4 എണ്ണം ഓരോരുത്തർ ഓരോന്നാണെങ്കിൽ 4 അമിനോ ആസിഡ് മാത്രമേ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇനി 2 പേരുള്ള ഒരു ടീമാണെന്ന് വിചാരിക്കുക. അഡനിൻ, യുറാസിൽ, ഓർ അഡനിൻ, ഗുവാനിൻ, ഓർ അഡനിൻ, സൈറ്റോസിൻ, ഓർ വാട്ട് എവർ, അങ്ങനെ 2 പേരുള്ള ഒരു ടീം ആയിരുന്നെങ്കിൽ 4 × 4 നമുക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 × 4 16 അമിനോ ആസിഡ് പറ്റുള്ളൂ. പക്ഷെ 20 അമിനോ ആസിഡ് ഉണ്ട്. ഓക്കെ, ഇത് മാത്സിന്റെ ഒരു ഇതുപോലെയാണ് കാൽക്കുലേഷൻ. ഇനി 3 പേരുള്ള ഒരു സെറ്റ് ആയിരുന്നെങ്കിൽ 4 × 4 × 4 ഇറ്റ്സ് 64. പക്ഷെ 20 അമിനോ ആസിഡേ ഉള്ളൂ, 64 കോഡുണ്ട്. പക്ഷേ ഓക്കെ, 64 എണ്ണം നമുക്ക് താഴോട്ടേക്ക് ഇല്ലല്ലോ. ഇനി മുകളിലോട്ടേക്ക് നോക്കാം. 4 പേരുണ്ടല്ലോ. 4 പേരുള്ള ഇവര് 4 പേരുള്ള ഒരു കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ 4 × 4 × 4 × 4 ഇറ്റ്സ് 256 അല്ലേ? സോ 256 ഇത്രയും ആവേണ്ട ആവശ്യമുണ്ടോ? 20 അമിനോ ആസിഡേ ഉള്ളൂ.
സോ ഒരുപാട് അങ്ങോട്ട് കൂടുതലും വേണ്ട, ഒരുപാട് അങ്ങോട്ട് കുറയുകയും വേണ്ട. സോ ഇതാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലേ? ആണ്. ദർ ആർ 64 കോഡോൺസ്. അതിൽ 3 എണ്ണം കോഡ് ചെയ്യാത്ത ആൾക്കാരും ബാക്കി 61 എണ്ണം അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന ആൾക്കാരും ആണ്. ഇതാണ് അമിനോ ആസിഡിന്റെ നമ്മളെ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. സോ ഹി സജസ്റ്റ് ദാറ്റ് ഇൻ ഓർഡർ ടു കോഡ് ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ ഓൾ ദ 20 അമിനോ ആസിഡ്, ഫോർ ഓൾ ദ 20 അമിനോ ആസിഡ് ദ കോഡ് ഷുഡ് ബി മേഡ് അപ്പ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ്സ്. 3 ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടായിരിക്കണം അഡനിൻ, ഗുവാസിൻ, സൈറ്റോസിൻ, അഡനിൻ, സൈറ്റോസിൻ, ഗുവാനിൻ, അഡനിൻ, ഗുവാനിൻ, ഗുവാനിൻ, അഡനിൻ, 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 ഇങ്ങനെ വേണം കോഡ് ചെയ്യാൻ. 3 പേര് വെച്ചിട്ടുള്ള ഓരോ കോമ്പിനേഷൻസ്. അങ്ങനെ എത്ര കോമ്പിനേഷൻ പറ്റും? 64 കോമ്പിനേഷൻ പറ്റും നമുക്ക്. ഓക്കെ. For cube, the cube of 4 is, it would be generate 64 codons and generating many more codon than required. അപ്പൊ നമുക്ക് ആവശ്യത്തിലധികം കിട്ടി, ആൾക്കാർ ആവശ്യത്തിലധികം കിട്ടി. അപ്പൊ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കിയാലോ? ആവശ്യത്തിലധികം, അതായത് നോക്കിയേ, ദാ യു വിൽ കോഡ് ഫോർ ഫീനൈൽ അലനൈൻ. ഫീനൈൽ അലനൈൻ അതാണ് അമിനോ ആസിഡ്. നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് PHE എന്ന് എഴുതും. ഓക്കെ, ഷോർട്ടാണ്, 3 ലെറ്റർ കോഡാണ്. ഇനി അമിനോ ആസിഡിന് വേണമെങ്കിൽ 1 ലെറ്റർ കോഡും ഉണ്ട്. ഫീനൈൽ അലനൈന് F I think ആണ്. ഓക്കെ, so UUU will code for phenylalanine, UUC will code for phenylalanine, again phenylalanine. നോക്കിയേ, ഒരു കോഡ് will always code for 1 അമിനോ ആസിഡ്. ഈ ഒരു കോഡ് എപ്പോഴും UUU എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ അല്ലേ? UUU വേറെ ഏതെങ്കിലും ഒരു അമിനോ ആസിഡിനെ ഇവിടെ കോഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, UUU അത് മാത്രമേ ഉള്ളൂ. പക്ഷേ 1 അമിനോ ആസിഡ് വിൽ ബി കോഡ് ബൈ മോർ ദാൻ 1 കോഡ്സ്, ജനറ്റിക് കോഡ്. അതായത് ഒരു അമിനോ ആസിഡിനെ ഒന്നിലധികം കോഡുകൾ കോഡ് ചെയ്യാം. പക്ഷേ ഒരു കോഡ് ഒരു അമിനോ ആസിഡ് മാത്രമേ കോഡ് ചെയ്യുള്ളൂ. കൺഫ്യൂഷൻ ആയോ? ഇല്ലല്ലോ. ഈ ഒരു അമിനോ ആസിഡ് അല്ല, ഈ ഒരു കോഡ് ഈ ഒരു അമിനോ ആസിഡ് മാത്രമേ കോഡ് ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു അമിനോ ആസിഡിനെ ഒന്നിലധികം കോഡ്സ് കോഡ് ചെയ്യാം. മനസ്സിലായോ? അതാണ് സംഭവം. ഇതാ ഇവിടെ നോക്കിക്കേ, ലൂസിൻ ആണിത്. ലൂസിൻ 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 എത്ര ആൾക്കാർ കോഡ് ചെയ്യുന്നുണ്ട് നോക്കിയേ. ദാ ഇനി ഐസോലൂസിൻ ഐസോലൂസിൻ, മെത്തിയോണിന്, വാലൈൻ 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 വാലൈൻ, എത്ര എണ്ണം ഉണ്ട്. അപ്പൊ അതാണ് 64 കോഡോൺസ് ഉള്ളതിന് ഒരു അർത്ഥം. ഓക്കെ, 64 എണ്ണം. ഇവിടെ നോക്കിക്കേ, ഇത് അമിനോ ആസിഡ് അല്ല. ഈ സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന അമിനോ ആസിഡ് അല്ല, സ്റ്റോപ്പ് അമിനോ ആസിഡ് അല്ല. ഇതൊന്നും സ്റ്റോപ്പ് അമിനോ ആസിഡ് അല്ല. ഓക്കെ, ദാ ഇവിടെയുണ്ട് 3 പേര്, UAA, UAG and UGA. These are stop codons, UAA, UAG and UGA. ഇവർ 3 പേരും സ്റ്റോപ്പ് കോഡോൺസ് ആണ്. സ്റ്റോപ്പ് കോഡോൺസ്. They doesn't code for any amino acid. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും, ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യും, അതായത് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഒരു സ്റ്റാർട്ട് കോഡോൺ ഉണ്ട്, പ്രോട്ടീൻ സിന്തസിസ് തുടങ്ങേണ്ട ഒരാള്. ദാറ്റ് ഇസ് മെത്തിയോണിൻ, AUG. മെത്തിയോണിനെ കോഡ് ചെയ്യുന്ന AUG. പക്ഷേ ഈ AUG മെത്തിയോണിനെ കോഡ് ചെയ്യും. മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. സോ ആദ്യത്തെ പ്രോട്ടീനിൽ ആദ്യത്തെ അമിനോ ആസിഡ് എപ്പോഴും മെത്തിയോണിൻ ആയിരിക്കും ട്രാൻസ്ലേഷനിൽ ഉണ്ടാക്കുമ്പോൾ. കാരണം എന്താ? പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് AUG എന്ന് പറയുന്ന കോഡ് എത്തുമ്പോഴാണ്. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി പ്രോട്ടീൻ ഉണ്ടാക്കി എവിടെ എത്തുമ്പോൾ നിർത്തും? ഒന്നെങ്കിൽ ഇയാൾ ഏതെങ്കിലും ഒരാൾ എത്തുമ്പോൾ നിർത്തും. അവിടെ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നില്ല. സോ ദർ ആർ 61 കോഡോൺസ് വിച്ച് കോഡ് ഫോർ 3 ലെറ്റർ കോഡാണ്, 3 ലെറ്റർ ഉള്ള കോഡ്സ് വിച്ച് കോഡ് ഫോർ 20 ഡിഫറെന്റ് അമിനോ ആസിഡ്സ്. ഓക്കെ, ആൻഡ് 1 code will always code for a single amino acid, and a single amino acid will be coded by more than 2 codes or more than 1 codon. Okay, ഇതൊക്കെയാണ് നമ്മളെ ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, the codon is triplet codon ആണ്. 61 codons code for amino acids and 3 codons do not code for any amino acids, hence they function as stop codon ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Some amino acids are coded by more than 1. Some amino acids are coded by more than 1 codon. Okay, hence they are degenerate. What do you mean by degenerate? ഒരേ എനർജി, സെയിം എനർജി, അതിനെയാണ് ഡീജനറേറ്റ് എന്ന് പറയുക. അതായത് ഒന്നിലധികം കോഡ്സ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുമ്പോൾ ഇവർ 2 പേരും ഇവർ 4 പേരും നമ്മൾ ഈ വാലൈനെയാണ് കോഡ് ചെയ്യുന്നത്. സോ ദീസ് ഓൾ ആർ ഡീജനറേറ്റ്. ഇവർ 4 പേരും ഡീജനറേറ്റ് ആണ്.
The codon is read in mRNA in a contiguous fashion. There are no punctuations. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് വായിക്കുക ചെയ്യുക. അവിടെ ഒരു കോമ ഒന്നുമില്ല. അതായത് നമ്മൾ അമിനോ ആസിഡിൽ ഓക്കെ mRNA CCUCCCCCA എന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ചേക്കുവാന്ന് വിചാരിച്ചോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എടാ എനിക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധം അല്ലേ, ACCGCCAT അങ്ങനെയാണ് എഴുതിക്കുന്നതെന്ന് വിചാരിക്കുക. ടി വരൂല കേട്ടോ, RNA അല്ലേ, അതുകൊണ്ടാണ് യു. ഓക്കെ, ഇങ്ങനെയാണ് എഴുതിക്കുന്നത് വിചാരിക്കുക. ഇവര് കണ്ടിന്യൂസ് ആയിട്ടാണ് വായിക്കുക, അല്ലാതെ ഇതാ 3 എണ്ണം കഴിഞ്ഞിട്ടൊരു കോമ 3 എണ്ണം കഴിഞ്ഞിട്ടൊരു കോമ ഇങ്ങനെയൊന്നും എഴുതി വെക്കൂല. ഓക്കെ, അപ്പൊ റീഡിങ് എന്ന് പറയുന്നത് ഒരൊറ്റ ഡയറക്ഷനിലായിരിക്കണം, ഒരുമിച്ചായിരിക്കും, കോമയോ കുത്തോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ACC ആണെങ്കിൽ ആദ്യത്തെ 3 എണ്ണം നമ്മൾ ACC നോക്കും, എന്നിട്ട് ഏത് അമിനോ ആസിഡ് എന്ന് കണ്ടുപിടിക്കും. ACC ത്രയോണിൻ. ഓക്കെ, ഇനി GCC ആണെങ്കിൽ GCC അലനൈൻ. ഓക്കെ, AUC ആണെങ്കിൽ എവിടാ AUC ഐസോല്യൂസിൻ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അവരെങ്ങനെയാണ് വായിച്ചു പോവാണ് ചെയ്യുക. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ വായിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ, ഞാൻ ഈ C വായിക്കാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക, അപ്പൊ ഞാൻ എന്താ വായിക്കുക, ACCGCA എന്നല്ല വായിക്കുക, GCA ഇവയാളെയും കൂടി ചേർത്ത് വായിക്കും. ഏതെങ്കിലും ഒരാൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പണിയല്ലേ, പിന്നെ അങ്ങോട്ട് ഓർഡർ മുഴുവൻ തെറ്റിയില്ലേ. അത് നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് ഒരു അബ്നോർമാലിറ്റി ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ദ കോഡ് ഇസ് നിയർലി യൂണിവേഴ്സൽ. ലോകത്ത് എവിടെയാണെങ്കിലും ഈ കോഡ് ഇങ്ങനെയാണ്. ലോകത്ത് എവിടെ ഏതൊരു ജീവിക്കാണെങ്കിലും ഇതാണ് കോഡ്. ഈ അമിനോ ആസിഡിന് ഉണ്ടാക്കുന്ന കോഡ് ഇതാണ്. ജീവിച്ചിരിക്കുന്ന, ഭൂമിയിൽ കണ്ടെത്തിയിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇത്രയും അമിനോ ആസിഡ്സ് ആണ്, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, and for example from bacteria to human UU would code for phenylalanine. ബാക്ടീരിയക്ക് ആണെങ്കിലും ഹ്യൂമൺ ആണെങ്കിലും UU phenylalanine കോഡ് ചെയ്യുന്ന ആളാണ്. Some exceptions to this rule have been found in mitochondrial codons and in some protozoans. എല്ലാത്തിലും ഉണ്ടാവില്ല കുറച്ച് എക്സെപ്ഷൻസ്, അതിലും കിടക്കട്ടെ. ഓക്കെ, AUG ഹാസ് ഡ്യുവൽ ഫംഗ്ഷൻ. AUGക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ഇറ്റ്സ് കോഡ് ഫോർ മെത്തിയോണിൻ ആൻഡ് അനദർ ഇറ്റ് ആക്ട് ആസ് ആൻ ഇനീഷ്യേഷൻ കോഡോൺ. ഇനീഷ്യേഷൻ ട്രാൻസ്ലേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കോഡോൺ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. UAA, UAG ആൻഡ് UGA ആർ സ്റ്റോപ്പ് കോഡോൺസ് ഓർ ടെർമിനേഷൻ കോഡോൺസ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, എവിടെയെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് പറ്റിയാലോ, എങ്ങാനും പറ്റിയാലോ, അതാണ് ആ മിസ്റ്റേക്കിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻസ് ആർ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ്, റൈറ്റ് അല്ലേ. എവിടെയെങ്കിലും ഒന്ന് വരുന്ന, എവിടെയെങ്കിലും ഒന്ന് ഒരു കോപ്പി അടിക്കുമ്പോഴോ എഴുതുമ്പോഴോ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു, അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസ്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, ഇൻസേർഷൻ മ്യൂട്ടേഷൻ, ഡിലീഷൻ മ്യൂട്ടേഷൻ ഓർ പോയിന്റ് മ്യൂട്ടേഷൻസ്. ഒക്കെ അങ്ങനെ പലതരം മ്യൂട്ടേഷൻസ് ഉണ്ട്. അതിൽ ജനറ്റിക് കോഡിൽ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ സിംപ്ലി DNA സീക്വൻസിലാണല്ലോ മ്യൂട്ടേഷൻ വരുന്നത്. സ്വാഭാവികമായിട്ടും ജനറ്റിക് കോഡിൽ മ്യൂട്ടേഷൻ വരുമല്ലോ. DNA ഇങ്ങനെ ATCCCC എന്ന് എഴുതി പോകുമ്പം അതിൽ എവിടെയെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ കോഡും തെറ്റും. നമ്മളെ mRNA ഉണ്ടാക്കുമ്പോൾ അതിൽ ആ ഒരു ലെറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രോട്ടീൻ മാറിപ്പോവും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു ആ ലെറ്റർ ഇല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന അമിനോ ആസിഡ് തെറ്റിപ്പോവും. ഓക്കെ, ചേഞ്ച് ഓഫ് എ സിംഗിൾ ബേസ് പെയറിൻ ജീൻ ഫോർ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. ഇത് നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ട്, നോക്കണേ. ഫോർ ബീറ്റാ ഗ്ലോബിൻ ചെയിൻസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ചേഞ്ച് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂ ഗ്ലൂട്ടാമേറ്റ് ഇൻടു വാലൈൻ റിസൾട്ട്സ് ഇൻടു എ ഡിസീസ് കണ്ടീഷൻ കോൾഡ് ആസ് സിക്കിൾ സെൽ അനീമിയ. അല്ലേ, സിക്കിൾ സെൽ അനീമിയ നമ്മൾ പഠിച്ചാണിത്. നമ്മളെ ജനറ്റിക്സ് നമ്മളെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചാണ് സിക്കിൾ സെൽ അനീമിയ, റൈറ്റ്. എവിടെയാണ് ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റിന് പകരം വാലൈൻ ആയി, ഒരൊറ്റ അമിനോ ആസിഡ് മാറിപ്പോയി. ആ ഒരൊറ്റ അമിനോ ആസിഡ് മാറാനുള്ള കാരണം എന്താ? നമ്മളെ ബേസ് മാറി, അഡെനിൻ തൈമിന് മാറിപ്പോയി അല്ലേ, ബേസ് മാറിപ്പോയി. അതിന് എയും യുയും അതാണ് RNA. സോ അതാണ് കാരണം വന്നത് സിക്കിൾ സെൽ അനീമിയയ്ക്ക്. മ്യൂട്ടേഷൻസ്, പോയിന്റ് മ്യൂട്ടേഷൻസ് ആണ് നമ്മൾ കൂടുതലും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വരുന്ന ഒരു മ്യൂട്ടേഷൻ. സപ്പോസ് ദിസ് ഇസ് നമ്മൾ ഈ ACC ആ ലെറ്റേഴ്സ് എഴുതി മടുത്തു, നമുക്ക് മാറ്റി പിടിക്കാം. ഇതാണ് നമ്മളെ ലെറ്റേഴ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ
അതിൽ ആദ്യത്തെ 3 ഇത് നമ്മൾ ഏത് അമിനോ ആസിഡ് നമുക്ക് എങ്ങനെ വായിക്കാം ഇതിനെ? റാം ഹാസ് റെഡ് ക്യാപ്പ് എന്ന് വായിച്ചൂടെ? റാം ഹാസ് റെഡ് ക്യാപ്പ്. ഇനി മ്യൂട്ടേഷൻ വഴി ഇവിടെ ഒരു ബി അങ്ങോട്ട് കയറി, ഒരു ഇൻസേർഷൻ മ്യൂട്ടേഷൻ ആണ്. ഒരു അമിനോ ആസിഡ് എക്സ്ട്രാ ഒരു സീക്വൻസ് എക്സ്ട്രാ അങ്ങോട്ട് കയറി, ഒരു ബേസ് അതിനിടയിൽ തിരികെ വന്നു. ദാ ഈ എസിനും ആറിനും ഇടയ്ക്ക് ഒരാളും കൂടി കയറി വന്നു. ആരാ വന്നത്? നമ്മളെ ബി. അപ്പൊ നോക്കിയേ, റാം ഹാസ് BREDCAP. നമുക്ക് അർത്ഥമില്ലാത്ത വരിയായി പോയി അല്ലെ? ആള് മാറിപ്പോയടാ. ഇവിടുന്ന് അങ്ങോട്ട് തെറ്റിപ്പോയി. ഇവിടെ വരെ അമിനോ ആസിഡ് ഓക്കെയാണ്, ഇവിടുന്ന് അങ്ങോട്ട് അമിനോ ആസിഡ് മാറിപ്പോയി. ഇനി ഒരു അയ്യും കൂടി ഇടയിൽ കയറി, റാം ഹാസ് BREDCAP. തെറ്റിയില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് തെറ്റിയില്ലേ? ഇനി ഒരു ജിയും കൂടി കയറി, റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു 3 ലെറ്റർ അതിനിടയിൽ കയറിയത് കൊണ്ട് റാം ഹാസ് റെഡ് ക്യാപ്പ് എന്നുള്ളതിന് പകരം റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ് എന്നുള്ള ഒരു വേർഡായി. സെന്റൻസ് തന്നെ മാറിപ്പോയി അല്ലേ? അമിനോ ആസിഡ് മാറും, പ്രോട്ടീൻ മാറും. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു നിങ്ങളെ ബോഡിയിൽ എപ്പോഴും റെപ്ലിക്കേഷൻ നടന്നുകൊണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു ലെറ്റർ മ്യൂട്ടേഷൻ വഴി അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞോ പോയാൽ മതി. അതായത് ദാ ഇവിടെയുള്ള ഈ 6 എടുത്തിട്ട് ഈ എച്ചിന്റെ ഇടയിൽ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു മ്യൂട്ടേഷൻ ഉണ്ടടാ. 6 6 വന്നു, A വന്നു, M വന്നു, ഈ എച്ചിന്റെ ഇടയിൽ ഈ 6 എടുത്ത് വന്നു എന്ന് വിചാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് തിരിച്ചു വന്നു, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കിയേ, റാം RHASCDCAP ക്യാപ്പ്. ആള് മാറിയില്ലേ? അമിനോ ആസിഡ് മാറിയില്ലേ? അമിനോ ആസിഡ് മാറിയാൽ ഡെഫിനറ്റ്ലി പ്രോട്ടീൻ മാറും. ഓക്കെ, ഇതാണ് പ്രശ്നം. സോ അതാണ് ഈ മ്യൂട്ടേഷന്റെ കോൺസിക്വൻസ്. ഇനി അതിപ്പോ ഒരു ഇൻസേർഷൻ മ്യൂട്ടേഷൻ ആയിരുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, റാം ഹാസ് റെഡ് ക്യാപ്പ്. ഇതാണ് നമ്മളെ ലൈന്. അതില് ഓരോ ഡിലീഷൻ ആണെങ്കിലോ, ഓരോരുത്തർ പോവുകയാണെങ്കിലോ, നേരത്തെ ഓരോരുത്തർ വന്നതാ ഇൻസേർഷൻ ആയിരുന്നു. ഇനി ഡിലീഷൻ, ഓരോരുത്തർ ഡിലീറ്റ് ആയി പോവാ. നമ്മൾ എങ്ങനെയോ സംഹൗ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന സമയത്ത് കുറച്ച് ലെറ്റേഴ്സ് എഴുതിയെടുക്കാൻ നമ്മൾ RNA പോളിമറേസ് മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി സംഹൗ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ഡിലീറ്റ് ആയി പോയി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ RNAയിൽ ആരില്ല, ആദ്യം ആറില്ല. അപ്പൊ റാം ഹാസ് 6 പോയത് കൊണ്ട് EDCAP ആയിപ്പോയി. ആള് മാറി, കണ്ടോ? അമിനോ ആസിഡ് മാറി. ഇനി E പോയി, റാം ഹാസ് DCAP. ഇനി അടുത്തത് D പോയി, റാം ഹാസ് ക്യാപ്പ്. റാം ഹാസ് റെഡ് ക്യാപ്പ് എന്നുള്ളത് റെഡ് തന്നെ പോയി, റാം ഹാസ് ക്യാപ്പ് എന്ന് മാത്രമായി. ഓക്കെ, കണ്ടോ? ആള് പോയാലും പ്രശ്നമാണ്, ആള് വന്നാലും പ്രശ്നമാണ്. ഉള്ളതുപോലെ വേണം, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മോഡിഫൈ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളെ ജനറ്റിക് ഫ്രെയിം കംപ്ലീറ്റ് മാറും. ഇനി ഫ്രെയിം ഷിഫ്റ്റ് ഇൻസേർഷൻ ഓർ ഡിലീഷൻ മ്യൂട്ടേഷൻ, ഇതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഡിലീഷൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫ്രെയിം ഷിഫ്റ്റ് ഇൻസേർഷൻ. അതായത് നമ്മൾ ആ റീഡിങ് ഫ്രെയിമില്ലേ, നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെയല്ലേ വായിക്കുന്നത്, റാം ഹാസ് ക്യാപ്പ്. ഈ ഒരു റീഡിങ് ഫ്രെയിം മാറിപ്പോവും. ദാ റാം ഹാസ് റെഡ് ക്യാപ്പ് എന്നുള്ള ഈ ഒരു റീഡിങ് ഫ്രെയിം ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറിപ്പോയി അല്ലേ? ആദ്യത്തെ 3 ലെറ്റേഴ്സ്, ഇങ്ങനെ 3 ലെറ്റേഴ്സ് എടുക്കുമ്പോൾ ഇയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ലെറ്റേഴ്സ് ഏതൊക്കെയാ? ഈ 3 ഈ 3 പകരം ഈ 3 ആള് വന്നു. ഫ്രെയിം ഷിഫ്റ്റ് ആണ് അവിടെ, ഫ്രെയിം മാറിപ്പോയി. ഓക്കെ, ഇൻസേർഷൻ ഓർ ഡിലീഷൻ ഓഫ് 1 or 2 bases change the reading frame from one point of insertion or deletion. സിംപ്ലി എന്താണ് അതിൻ്റെ ഈ ഒരു റീഡിങ് ഫ്രെയിം മാറിപ്പോകുന്നു. അമിനോ ആസിഡ് മാറി, പ്രോട്ടീൻ മാറി, റീഡിങ് ഫ്രെയിം മാറി. ഇൻസേർഷൻ ഓർ ഡിലീഷൻ ഓഫ് 3 or its multiple bases, അവിടെ നമ്മൾ നേരത്തെ നോക്കിയേ, 1 or 2 പോവുകയാണെങ്കിൽ കംപ്ലീറ്റ് ഫ്രെയിം മാറിപ്പോയി. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളതൊക്കെ തെറ്റി അല്ലേ? പക്ഷെ ഒന്നിച്ച് ഈ റെഡ് അങ്ങോട്ട് ഒന്നിച്ച് പോയി, ഈ 3 പേര് ഒന്നിച്ച് പോയി. അപ്പൊ റാം ഹാസ് ക്യാപ്പ്, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും, നോർമലി ആയിരിക്കും. ഓക്കെ, ഈ 3 പേര് അങ്ങോട്ട് ഡിലീറ്റ് ആയിന്നേ ഉള്ളൂ. പക്ഷെ ഒരാൾ പോയി കഴിഞ്ഞാലോ, ഈ ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും റാം ഹാസ് ED ക്യാപ്പ് എന്ന് വായിക്കില്ല. പകരം എങ്ങനെ വായിക്കും? റാമും പിന്നെ ഈ EDന്റെ കൂടെ ഒരു C കൂടി കയറ്റി വായിക്കും അല്ലേ? റാം ഹാസ്, ഈ 6 പോയി കഴിഞ്ഞാൽ നമ്മൾ EDCAP എന്നാ വായിക്കുക. ഒരിക്കലും നമ്മൾ ഈ ED ക്യാപ്പ് എന്ന് വായിക്കില്ല. മനസ്സിലായോ? ഒരാൾ പോയാലും 2 ആൾ പോയാലും അല്ലെങ്കിൽ ഒരാൾ വന്നാലും 2 ആൾ വന്നാലും ഫ്രെയിം ഷിഫ്റ്റ് കംപ്ലീറ്റ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറേ തെറ്റിപ്പോവും.
പക്ഷേ 3 ആള് പോയാലും 3 ആള് വന്നാലും ആ ഒരു ഭാഗം മാത്രമേ തെറ്റുള്ളൂ. ഒരു അമിനോ ആസിഡ് എക്സ്ട്രാ കയറും, അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡ് എക്സ്ട്രാ പോകും, അത്രേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒരു അമിനോ ആസിഡ് ഉണ്ടായിരുന്നു, അത് പോയി. ഇനി നേരത്തെ ഒരാൾ വന്നപ്പോഴോ ഇവിടെ ഒരു അമിനോ ആസിഡ് കയറി ഇടയ്ക്ക്. ഇയാൾ നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇയാള് ഇടയ്ക്ക് കയറി, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ പോകുന്നു. റെഡ് ക്യാപ്പ് കണ്ടോ, റെഡ് ക്യാപ്പ്, റാം ഹാസ് റെഡ് ക്യാപ്പ്, റാം ഹാസ് റെഡ് ക്യാപ്പ്. അവിടുന്ന് അങ്ങോട്ടേക്കുള്ളതും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇയാൾ കയറി ഇടയ്ക്ക്, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, ഡിലീഷൻ ഓഫ് 3 ഓർ ഇറ്റ്സ് മൾട്ടിപ്പിൾ ബേസസ്. 3ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഓക്കെ, 3, കാരണം 3 ലെറ്റർ കോഡ് ആണല്ലോ. ഇനി ഈ 3 എണ്ണം മാത്രമല്ല, അടുത്ത 3 എണ്ണം കൂടി അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അവിടെ മാത്രം മാറും. 2 അമിനോ ആസിഡ് കയറും, അല്ലെങ്കിൽ 2 അമിനോ ആസിഡ് പോവും. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. മൾട്ടിപ്പിൾ അമിനോ ആസിഡ്സ് ആൻഡ് റീഡിംഗ് ഫ്രെയിം റിമെയിൻസ് അൺആൾട്ടേർഡ് ഫ്രം ദാറ്റ് പോയിന്റ് ഓൺവേർഡ്സ്. ആ ഒരു പോയിന്റ് മുതൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ആൻഡ് tRNA ഇത് അഡാപ്റ്റർ മോളിക്യൂൾ. അടുത്തതായിട്ട് നമ്മൾ ഇനി ട്രാൻസ്ലേഷനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കൊണ്ടിരിക്കുക. ട്രാൻസ്ലേഷൻ നോക്കണം. അതായത് ട്രാൻസ്ലേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്, ഒന്ന് tRNA, ഒന്ന് rRNA. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാം tRNA നമ്മൾ അഡാപ്റ്റർ മോളിക്യൂൾ എന്നാണ് പറയുക. ബിക്കോസ് നമ്മൾ ഷെഫായിട്ടുള്ള റൈബോസോമിന് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ, റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ, ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം അല്ലേ? നമുക്ക് ഒരുപാട് സാധനം വേണം. പക്ഷേ റൈബോസോമിന് ഒന്നും വേണ്ട. കുറച്ച് അമിനോ ആസിഡ്, 20 തരം അമിനോ ആസിഡ് മാത്രം മതി. അതിനെ കൊണ്ടുവരിക ആരാ? tRNA. റൈബോസോമിന് അടുത്തേക്ക് tRNA ആണ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. സോ ദേ ആർ അഡാപ്റ്റർ മോളിക്യൂൾസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, tRNA ഈസ് ഓൾസോ എൻ RNA. അതും ഒരു RNA ആണ്. ഈ RNAക്ക് എങ്ങനെ അറിയാം ഇവിടെ റൈബോസോം വായിച്ചുണ്ടാക്കേണ്ട ആ അമിനോ ആസിഡ് ആണ് താൻ കൊണ്ടുവരേണ്ടതെന്ന്? അവിടെ ഒരു ടെക്നിക്കുണ്ട്. tRNA, അതായത് tRNA അമിനോ ആസിഡിനെ എടുത്തുകൊണ്ട് വരും. അമിനോ ആസിഡിനെ എടുത്തുകൊണ്ട് വരണമെങ്കിൽ ആ അമിനോ ആസിഡിന് അറിയണം ഏത് tRNAന്റെ കൂടെ പോകണം എന്നുള്ളത്. വേണ്ടേ? അല്ലാതെ അമിനോ ആസിഡ് പറയും ഇല്ലല്ല നിന്നെ പറ്റൂല നീ വേണം എന്ന് പറഞ്ഞിട്ട് ആളെ സെലക്ട് ചെയ്യൊന്നുമില്ല. tRNAയും അമിനോ ആസിഡും തമ്മിലൊരു കോംപ്ലിമെന്റാരിറ്റി ഉണ്ടാവും. ലൈക്ക് നമ്മളെ DNA-ക്ക് ഒരു കോംപ്ലിമെന്റാരിറ്റി ഇല്ലേ നമ്മളെ സീക്വൻസ് തമ്മിൽ, അതുപോലെ tRNA ഈസ് ഓൾസോ ആൻ RNA. അവിടെയുണ്ട് സീക്വൻസ്. അതും നമ്മളെ അമിനോ ആസിഡും തമ്മിലൊരു കോംപ്ലിമെന്റാരിറ്റി ഉണ്ടാവും. അതായത് ആ tRNA ഒരു അമിനോ ആസിഡിനെ പോയി എടുത്തു വരുന്നു. എന്നിട്ട് ഈ tRNA പോയിട്ട് നമ്മളെ റൈബോസോമിനുള്ളിലുള്ള RNA ഇല്ലേ, അതുമായിട്ടൊരു കോംപ്ലിമെന്റാരിറ്റി കാണിക്കണം. അങ്ങനെ ഒരുപാട് കോംപ്ലിമെന്റാരിറ്റീസ് ആണ് കാണാൻ പോകുന്നത്. ഇനി ഇറ്റ് വാസ് ക്ലിയർ ടു ഫ്രാൻസിസ് ക്രിക്ക് ദാറ്റ് there has to be a mechanism to read the code and also to link it. ജനറ്റിക് കോഡ് വായിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ഒരാളെ പറഞ്ഞയച്ചല്ലോ. ആരെയാണ്? mRNA റൈബോസോമിന്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു. റൈബോസോം അത് വായിക്കണം, എന്നിട്ട് പ്രോട്ടീനെ കണക്ട് ചെയ്ത് പോകണം. പ്രോട്ടീൻ ഉണ്ടാക്കണം, അമിനോ ആസിഡ്സിനെ കണക്ട് ചെയ്ത് പോകണം. സോ അത് വായിക്കണം ടു ദ അമിനോ ആസിഡ്സ്, ബിക്കോസ് അമിനോ ആസിഡ്സ് ഹാവ് no structural specialities to read the code uniquely. അമിനോ ആസിഡിന് അറിഞ്ഞൂടാ ഈ കോഡ് വായിക്കാനും, അമിനോ ആസിഡ് ഇങ്ങനെ കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാവാനും അമിനോ ആസിഡ് അറിഞ്ഞൂടാ. സോ there will be someone to handle that. അല്ലേ? ആ വായിക്കലും അവരെ കൂട്ടിച്ചേർക്കലും ഒക്കെ അറിയുന്ന ഒരാൾ വേണം. He postulated the presence of an adapter molecule. ഒരു അഡാപ്റ്റർ മോളിക്യൂളിനെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. And that would on one hand read the code. ഒരു സൈഡിൽ ഈ കോഡിനെ വായിക്കുകയും ചെയ്യും, മറ്റേ സൈഡിൽ അമിനോ ആസിഡിനെ ലിങ്ക് ചെയ്യുകയും ചെയ്യും, ബൈൻഡ് സ്പെസിഫിക് അമിനോ ആസിഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് tRNA. tRNA ഇറ്റ്സ് നത്തിങ് ബട്ട് an RNA, ബട്ട് ഇറ്റ് ഈസ് ഫോൾഡഡ് ഇൻ സ്പെസിഫിക് ഫാഷൻ. ഒരു ഫാഷനിൽ അത് ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും ആ tRNA. ആ tRNAക്ക് നമ്മൾ കൊണ്ടുവന്ന ആ സ്ക്രിപ്റ്റ് ഇല്ലേ mRNA, അതിനൊരു കോംപ്ലിമെന്ററി ആയിട്ടുള്ളൊരു സീക്വൻസും ഉണ്ടാവും. എന്നിട്ട് വേറെ കയ്യിൽ അമിനോ ആസിഡിനെ പിടിച്ചു വെച്ചിട്ടും ഉണ്ടാവും. ഓക്കെ, കാണാം, നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ tRNA. ഇതെന്താണ് നമ്മളെ mRNA കണ്ടു എഴുതി വെച്ചാണ്ടോ? അതവിടെ mRNA. നമ്മൾ mRNA ആണ് ഇത്. mRNA വന്നു, റൈബോസോം വന്നു, ബൈൻഡ് ചെയ്തു. റൈബോസോമിനുള്ളിൽ വെച്ച് നടക്കുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത്. റൈബോസോം ഉണ്ട് ഇവിടെ. ഓക്കെ, റൈബോസോം ഉണ്ട്. റൈബോസോമാണ് ഇത് വായിച്ചിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് പോകുന്നത്. പക്ഷേ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന ആളാണ് tRNA. ഇതിനൊരു ഇൻവേർട്ടഡ് L ഷേപ്പാണ് tRNAക്ക്.
ഒരു ടിപ്പിക്കൽ tRNA-യുടെ ഷേപ്പ് നമ്മൾ ക്ലോവർ ലീഫ് മോഡൽ എന്ന് പറയും. ഇതാണ്ടോ അഡെനിൻ തൈമിൻ സൈറ്റോസിൻ ഗുവാനിൻ സൈറ്റോസിൻ ഇങ്ങനെ ബേസസ് ചേർന്നിട്ടുള്ള ഇതിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ്, ചിലത് ഇങ്ങനെ ബേസ് പെയറിങ് നടന്നിട്ട് ഫോൾഡ് ചെയ്യും. ഇത് ക്ലോവർ ലീഫ് മോഡൽ എന്ന് പറയും. പക്ഷേ ടിപ്പിക്കൽ tRNA, ആക്റ്റീവ് tRNA സ്ട്രക്ചർ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പ് ആയിരിക്കും എന്നാണ് പറയുക. ഇൻവേർട്ടഡ് എൽ ഷേപ്പ്. ഓക്കെ, ഈ tRNA-ക്ക് ഇവിടെ ഒരു ഈ നമ്മുടെ mRNA ഇല്ലേ, നേരത്തെ കാണിച്ച mRNA, ആ mRNA-ക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ ഒരു സീക്വൻസ് ഉണ്ടാവും. ആൻഡ് ഇവിടെ ഡി ആം ടി ആം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനില്ല, വിട്ടേക്ക്, ലിവ് ഇറ്റ്. ഇവിടെയാണ് നമ്മൾ അമിനോ ആസിഡ് അറ്റാച്ച് ചെയ്തിരിക്കുക. ഓക്കെ, ഇവിടെ നമ്മളെ mRNA വായിക്കാനും ഇവിടെ അമിനോ ആസിഡിനെ പിടിച്ചു വെക്കാനുമാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് അതിന് ആംസ് വരിക. ഇനി ഇവിടെ നോക്കിയേ, tRNA-ന്റെ ആ ആന്റികോഡൺ ലൂപ്പ് ഇല്ലേ, അവിടെ mRNA-ന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള mRNA-ല് AGU ആണ് നമ്മളെ സീക്വൻസ് എന്ന് വിചാരിക്കുക. mRNA വായിച്ചു വരികയാണ്. ഈ AGUക്ക് വന്നിട്ട് അതിന്റെ മുകളിലേക്ക് വന്ന് ഏത് tRNA വന്ന് ബൈൻഡ് ചെയ്യുക? AGUന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആള് അല്ലേ? AGUന്റെ കോംപ്ലിമെന്ററി ആരാ? UCA അല്ലേ? UCA എന്ന് പറയുന്ന സീക്വൻസ് ഉള്ള tRNA ഇങ്ങനെ തപ്പിപ്പിടിച്ച് mRNA-ന്റെ ഇവിടെ ഇങ്ങനെ വായിച്ച് അവിടെ എത്തുമ്പോൾ അവിടെ ബൈൻഡ് ചെയ്യും. ഓക്കെ, അവിടെ ആ tRNA ബൈൻഡ് ചെയ്യും. ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട്? സെറീൻ ഉണ്ട്. ഓക്കെ, സെറീൻ ഉണ്ട്. ഈ UCA എന്ന് പറയുന്ന കോഡോൺ, ആന്റി കോഡോൺ ഇവിടെ വരുന്ന tRNA സെറീനെയാണ് പോയി എടുത്തുകൊണ്ട് വരിക. ഓക്കെ, അതായത് സിംപ്ലി AGU വിൽ കോഡ് ഫോർ സെറീൻ. AGU വിൽ കോഡ് ഫോർ സെറീൻ. ഒന്നുകൂടി നോക്കുക, AGU വിൽ കോഡ് ഫോർ സെറീൻ. ഇതാ അവിടെ നമ്മൾ ജനറ്റിക് കോഡിൽ AGU സെറീൻ അല്ലേ? നോക്കിയേ, where is AGU? AGU will code for serine. ഓക്കെ, സെറീൻ അമിനോ ആസിഡ്. ഇങ്ങനെയാണ് ഈ mRNA-നെ വായിക്കുക. അതായത് tRNA വന്നു, tRNA ഓരോരോ, അതായത് ഈ കോഡിന് അനുസൃതമായിട്ടുള്ള, ഈ കോഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള tRNA ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. tRNA-ന്റെ കയ്യിൽ എന്തുണ്ടാവും? tRNA അമിനോ ആസിഡിനെയും കൊണ്ടല്ലേ വരുന്നത്, അമിനോ ആസിഡ് ഉണ്ടാവും. ഇനി തൊട്ടടുത്ത കോഡോൺ ഇവിടെയാണ്, UAC-ക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള AUG ഉള്ള നമ്മളെ tRNA വന്നു. tRNA-ന്റെ കയ്യിൽ ആരുണ്ട്? ടൈറോസിനുണ്ട്. സോ ഈ ടൈറോസിനും സെറീനും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കും, പെപ്റ്റൈഡ് ബോണ്ട്. ഏത് ബോണ്ട്? പെപ്റ്റൈഡ് ബോണ്ട്. അങ്ങനെ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി പോളിപെപ്റ്റൈഡ് ആയിട്ടുള്ള നമ്മളെ പ്രോട്ടീനായി. അങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ആൻഡ് ദിസ് വിൽ ടേക്സ് പ്ലേസ് ഇൻസൈഡ് റൈബോസോം. റൈബോസോമിന്റെ ഉള്ളിലല്ലേ നടക്കുക. അപ്പോൾ mRNA ആയി, tRNA ആയി. വേറെ RNA റൈബോസോമിനുള്ളിൽ വെച്ചിട്ട് RNA-ന്റെ ഹെൽപ്പ് വേണമല്ലോ, റൈബോസോമൽ RNA വേണമല്ലോ ട്രാൻസ്ലേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ദിസ് പ്രോസസ് ഈസ് കാറ്റലൈസ്ഡ് ബൈ ദി റൈബോസോമൽ RNA. നമ്മൾ rRNA, റൈബോസോമൽ RNA can also act as an enzyme, റൈബോസൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനും ഈ പ്രോട്ടീൻ ഉണ്ടാക്കാനും കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആയിട്ടാണ് നമ്മൾ rRNA അല്ലെങ്കിൽ റൈബോസോമിനകത്തുള്ള റൈബോസോമൽ RNA ആക്ട് ചെയ്യുന്നത്. അപ്പം mRNA ആയി, tRNA ആയി, rRNA എല്ലാവരും ആയില്ലേ? സോ ദിസ് ഇസ് ട്രാൻസ്ലേഷൻ. ഇത് നമ്മൾ tRNA-ന്റെ ബേസിൽ പറഞ്ഞതാണ്. ട്രാൻസ്ലേഷൻ നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. tRNA ഹാസ് എൻ ആന്റി കോഡോൺ loop that has bases complementary to the code, and it also has an amino acid acceptor end. amino acid acceptor end ഉണ്ട്. ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെ ആന്റി കോഡോണിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് mRNA-ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോഡ്സ് ഉണ്ടാവും. ഇങ്ങനെ വായിച്ച് ഇവിടെ എത്തി നിൽക്കും. എന്നിട്ട് ഈ അമിനോ ആസിഡ് ഇല്ലേ, ഇത് തൊട്ടടുത്ത ആൾക്ക് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇയാൾ പോവും, പിന്നെ അടുത്ത ആൾ വരും. ആ നേരത്തെ അമിനോ ആസിഡ് ഇല്ലേ, അവിടേക്ക് ഇയാളും പോയി കൊടുക്കും. അങ്ങനെ ഇവിടെ ഇങ്ങനെ മുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കും, പ്രോട്ടീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. So initiation of tRNA, there are no tRNAs for stop codon. Okay, അതായത് initiated tRNA. Who is initiated tRNA? ആരായിരിക്കും initiated tRNA? നമ്മൾ ഇനീഷ്യേഷൻ കോഡോൺസ് ഏതൊക്കെയായിരുന്നു? അല്ല, അത് ടെർമിനേഷൻ കോഡോൺ. AUG അല്ലേ നമ്മൾ ഇനീഷ്യേഷൻ കോഡോൺ? AUG അല്ലേ? അപ്പൊ AUGക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള tRNA വേണം. AUGക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള tRNA ആരാ? UAC. ഇതായിരിക്കും. ഇത് ആന്റി കോഡോൺ ലൂപ്പിൽ കാണുന്ന ഈ ടൈപ്പ് tRNA. ഈ ടൈപ്പ് tRNA ഏത് അമിനോ ആസിഡിനെ കൊണ്ടുവരും? മെത്തിയോണിനെ കൊണ്ടുവരും അല്ലേ? AUG മെത്തിയോണിനാണല്ലോ കോഡ് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യേഷൻ കോഡോൺ പഠിച്ചപ്പം പഠിച്ചതല്ലേ? ആണ്.
സോ ദിസ് വിൽ ബി ദ ഇനീഷ്യേറ്റഡ് tRNA. ട്രാൻസ്ലേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന tRNA ഇതായിരിക്കും. ഇയാൾ വന്നാലേ ഇയാളെ വായിക്കാൻ പറ്റുള്ളൂ, എന്നാലേ ഇയാളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ലോജിക്കാണ് അല്ലേ? The secondary structure of tRNA has been depicted as look like a clover leaf, but the actual structure of tRNA is compact molecule which looks like an inverted L, and we already studied that. Alle. And next is translation. Okay, central dogma avasanath aalu. Translation is the synthesis of protein by reading the mRNA. Okay, simply onnudi revise cheyanam. DNA is a book. Bookile നമ്മളെ പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട റെസിപ്പി മുഴുവൻ എഴുതി വെച്ച അവർ അടച്ചു വെച്ച ബുക്കാണ് DNA. ആ ഡി എൻ എ പോയി തുറന്ന് അതിൽ നിന്നും നമ്മൾക്ക് ഉണ്ടാക്കേണ്ട പ്രോട്ടീൻ മാത്രം, പെർട്ടിക്കുലർലി ദാറ്റ് പ്രോട്ടീൻ, അത് കോപ്പി അടിച്ച് പ്രിന്റ് എടുത്ത് കൊണ്ടുവരും ആര്? നമ്മളെ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. ആൻഡ് ദാറ്റ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ? DNA നിന്നും RNA ഉണ്ടാക്കുന്ന പരിപാടി. ഈ കോപ്പിയാണ് നമ്മൾ mRNA കേട്ടോ. എന്നിട്ട് ഈ കോപ്പിക്ക് ഒരു തൊപ്പിയും ഒരു വാലും ഒക്കെ വെച്ച് കൊടുത്തു യൂകാരിയോട്ടിൽ. എന്നിട്ട് അതിങ്ങനെ പോയി നമ്മളെ ഷെഫിൻ്റെ അടുത്തെത്തി, ഷെഫായിട്ടുള്ള റൈബോസോമിൻ്റെ അടുത്തെത്തി. റൈബോസോം ഇതിനെ വായിച്ച് പ്രോട്ടീനെ ഉണ്ടാക്കണം. സോ ദാറ്റ് പ്രോസസ് ഇസ് ട്രാൻസ്ലേഷൻ. റൈബോസോമാണിത്. ന്യൂക്ലിയസ് ഇവിടെയാണ് ന്യൂക്ലിയസ്. അതിനുള്ളിൽ നമ്മളെ ഡി എൻ എ ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ആയി. mRNA റൈബോസോം വന്ന് വായിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കി. ഓക്കെ, പ്രോട്ടീൻ കണ്ടോ? ഈ ഓരോ മുത്തുകളാണ് അമിനോ ആസിഡ്സ്. സോ ദാറ്റ് ഇസ് ട്രാൻസ്ലേഷൻ. റൈബോസോമിന് ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്, സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഈ സ്മോളർ സബ് യൂണിറ്റിനുള്ളിലേക്കാണ് നമ്മൾ mRNA കയറുക. സ്മോളർ സബ് യൂണിറ്റും mRNAയും കൂടിയാണ് ചേരുക. എന്നിട്ട് ലാർജർ സബ് യൂണിറ്റിൽ 2 പൊസിഷൻസ് ഉണ്ടാവും. നമ്മൾ 3 എന്നാണ് പറയുക. EPA എന്ന് പറയും. അതായത് എക്സിറ്റ് സൈറ്റ്, പെപ്റ്റിഡൈൽ tRNA സൈറ്റ്, അമിനോ ആസിഡ് tRNA സൈറ്റ്, ലിവിറ്റ്. നിങ്ങൾക്ക് 2 സൈറ്റ് എന്ന് പറയാം. ഒന്ന് നമ്മളെ അമിനോ ആസിഡും കൊണ്ടുവരുന്ന tRNA വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൈറ്റ്. പിന്നെ തൊട്ടടുത്ത സൈറ്റിലേക്ക് അത് നീങ്ങുമ്പം ഇവർ തമ്മിൽ ഒരു അമിനോ ആസിഡ്, മുകളിൽ അമിനോ ആസിഡ് ഇല്ലേ, അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുന്ന ഒരു സൈറ്റ്. എന്നിട്ട് അവർ പുറത്തേക്ക് പോകും. ഇതാ tRNA അമിനോ ആസിഡിനെയും കൊണ്ട് വന്നു, എന്നിട്ട് ഇവിടെ വന്ന് നിന്നു. ഇത് ആദ്യത്തെ സൈറ്റ്. തൊട്ടടുത്ത സൈറ്റിലേക്ക് പോകുമ്പം ഇയാളും അലനൈനും വാലൈനും തമ്മിൽ, ഇത് ആസ്പെർജീൻ ആണ്. ഓക്കെ, ഇയാളും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും, പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഇതിന് ഡിറ്റാച്ച് ചെയ്യണമല്ലോ. എന്നിട്ട് ഇയാളെ പാട്ടിന് പോകും. ഓക്കെ, അടുത്ത ആൾ പോയി. പിന്നെ അപ്പോഴേക്കും അടുത്ത ആൾ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ പോകും. അങ്ങനെ 2 സൈറ്റ് ഉണ്ടെന്നാണ് പറയാ. Okay, the process of polymerization of amino acids to form a polypeptide, and that is nothing but the translation. The amino acids are joined by bond which is known as the peptide bond, and formation of peptide bond requires energy charging of the tRNA. ഈ peptide bond ഉണ്ടാക്കാൻ എനർജി വേണം. എൻസൈമ് മാത്രം പോരാ, എനർജി വേണം. ആ എനർജി കൊണ്ടുവരുന്നത് ആരാ? നമ്മുടെ tRNA തന്നെയാണ്. അതായത് tRNA അമിനോ ആസിഡിനെ ബൈൻഡ് ചെയ്യുമ്പോൾ, ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ചാർജിങ് ഓഫ് tRNA പോയിട്ട് അമിനോ ആസിഡിനെയൊക്കെ എടുത്തുകൊണ്ട് വരണ്ടേ? ആ പ്രോസസ്സാണ് ചാർജിങ് ഓഫ് tRNA. ഓക്കെ, tRNA അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് tRNA. ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് tRNA. അധികം ആലോചിച്ച് തല കൊണ്ടാക്കണ്ട, അത്ര മാത്രമേ പഠിക്കാനുള്ളൂ. And ribosome exists as 2 subunits, and a larger subunit and a smaller subunit. Small subunit encounters the mRNA. Small subunitലാണ് mRNA പോയിട്ട് ബൈൻഡ് ചെയ്യുക. ആൻഡ് there are 2 sites of the larger subunit. 2 സൈറ്റ് ഉണ്ട്. ഒന്ന് നമ്മളെ tRNA വരാനും, പിന്നെ തൊട്ടടുത്തത് അയാൾ മറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തല്ലോ, അമിനോ ആസിഡ്സുമായിട്ട് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇയാളെ പാട്ടിന് പോകും. ഫ്രീ tRNA പോകും. ഓക്കെ, the ribosome also acts as a catalyst ആയിട്ട് അല്ലെങ്കിൽ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യും. 23S rRNA in bacteria is an enzyme called a ribozyme for the formation of peptide bond. Okay, and mRNA also has some additional sequences that are not translated. അതായത് mRNA മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടരുത്. നമ്മൾ mRNAയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അതിനെയാണ് നമ്മൾ അൺട്രാൻസ്ലേറ്റഡ് റീജൻസ് എന്ന് പറയുക. UTR, അൺട്രാൻസ്ലേറ്റഡ് റീജൻസ്, UTR. ആൻഡ് the UTR are present at both 5' and 3' സൈറ്റ്. അതായത് സ്റ്റാർട്ട് കോഡോണിന് മുന്നേയും സ്റ്റോപ്പ് കോഡോണിന് ശേഷവും
both 5' endum 3' endum after stop codon and before start codon, and they are required for efficient translation process. ഇത് നിങ്ങൾ ഹയർ ക്ലാസ്സിലാണ് പഠിക്കുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അൺട്രാൻസ്ലേറ്റഡ് റീജൻസ് എന്ന് പറയുന്നത് UTR അവർക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിലാണ് പഠിക്കുക. ഇത്ര മാത്രം ആലോചിക്കുക. mRNA ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ട്രാൻസ്ലേഷൻ നടക്കാത്ത ചില ഭാഗങ്ങൾ ഉണ്ടാവും. 5' എൻഡിനും അവിടെയും 3' എൻഡിലും ഉണ്ടാവും. 5' എൻഡിൽ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ സ്റ്റാർട്ട് കോഡോൺ, 3' എൻഡിൽ സ്റ്റോപ്പ് ചെയ്യുന്ന പോർഷൻ സ്റ്റോപ്പ് കോഡോൺ, ആൻഡ് ദ ട്രാൻസ്ലേഷൻ ഓൾസോ will occur in the direction of 5' to 3' direction. Okay, remember that. അപ്പം ഈ ഒരു 5' എൻഡിലും ഉണ്ടാവും 3' എൻഡിലും ഉണ്ടാവും. Before start codon and after stop codon there will be some sequences known as untranslated regions. They are required for the efficient translation process. നല്ല efficient ആയിട്ട് ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ ഇവർ ആവശ്യമാണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിലും 3 സ്റ്റെപ്പ് ഉണ്ട്: ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. First of all, initiation, the ribosome bind to the mRNA at the start codon. AUG-യിൽ ribosome വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അതാണ് ഇനീഷ്യേഷൻ, ആൻഡ് ദാറ്റ് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇനീഷ്യേഷൻ tRNA. അവിടെ പോയിട്ട് നമ്മൾ tRNA, ഇനീഷ്യേറ്റഡ് tRNA ഇല്ലേ, അയാൾ വരും മെത്തിയോണിനും കൊണ്ടുവരുന്ന tRNA, എന്നിട്ട് അവിടെ പോയിട്ട് AUG-യിൽ പോയി ബൈൻഡ് ചെയ്യും ആദ്യത്തെ അമിനോ ആസിഡ് മെത്തിയോണിൻ. Elongation, the ribosome moves from the codon to codon along the mRNA. Ribosome mRNA ഇങ്ങനെ വായിച്ച് പോകും. Okay, amino acids are added one by one, translated into polypeptide sequence directed by DNA and represented by mRNA. Okay, അതായത് ഇവര് ഈ റൈബോസോം ഇങ്ങനെ വായിച്ച് പോകും. എവിടെ പോയിടാ? റൈബോസോം ആദ്യം പോയി AUG-യിൽ പോയി ബൈൻഡ് ചെയ്തു. AUG എവിടെ? അത് കഴിഞ്ഞു പോയിണ്ടോ? എന്നിട്ട് ഇങ്ങനെ വായിച്ച് പോകുമ്പം നമ്മൾ tRNA ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് അവിടെ പോളിപെപ്റ്റൈഡ് ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോവും. എന്നിട്ട് ബോണ്ട് ചെയ്ത് പോവും. ഓക്കെ, ആൻഡ് ഫൈനലി ടെർമിനേഷൻ. റിലീസ് ഫാക്ടർ ബൈൻഡ്സ് ടു ദ സ്റ്റോപ്പ് കോഡോൺ. അവിടെ റിലീസ് ഫാക്ടർ സ്റ്റോപ്പ് കോഡോണിൽ ബൈൻഡ് ചെയ്യും, എന്നിട്ട് നമ്മളെ പ്രോട്ടീൻ അങ്ങോട്ട് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അത് പഠിക്കാൻ: ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ട്രാൻസ്ലേഷൻ വളരെ സിമ്പിളാണ് അല്ലേ? സെൻട്രൽ ഡോഗ്മ കഴിഞ്ഞു, റെപ്ലിക്കേഷൻ കഴിഞ്ഞു, ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞു, ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ട് ജീൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ, ജീൻ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ജീന് എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അല്ലേ? ജീൻ എയ്തർ RNA അല്ലെങ്കിൽ അതിൻ്റെ RNA നിന്നും mRNA ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രോട്ടീൻസ് ഉണ്ടാക്കും. സോ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ആ പ്രോട്ടീൻ ആവശ്യമില്ല, നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ആ പ്രോട്ടീൻ ആവശ്യമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ജീൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ? ഇല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണം, ആവശ്യമില്ലാത്തപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കണം. വേണ്ടേ? എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യണം. സോ അതെങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ പോർഷനിൽ നോക്കാൻ പോകുന്നത്. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് ആൻഡ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്. ട്രാൻസ്ലേഷൻ വഴിയോ ട്രാൻസ്ക്രിപ്ഷൻ വഴിയോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് അൾട്ടിമേറ്റ്ലി ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയോ വേണം. എങ്ങനെയെങ്കിലും ഒന്ന് റെഗുലേറ്റ് ചെയ്യണം, അല്ലാതെ അൺകൺട്രോളബിൾ ആവരുത്. എങ്ങനെയാണ് അൺകൺട്രോളബിൾ ആവുക? നമുക്ക് ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് അൺകൺട്രോൾ അല്ലേ? കൺട്രോളിൽ വേണമെങ്കിൽ നമുക്ക് നോർമൽ സെല്ലിലാണ് നടക്കുക. സോ എവിടെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം? ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അതായത് mRNA ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ mRNA ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലേ പ്രീ mRNA പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഹെറ്ററോന്യൂക്ലിയർ RNA HNRNA ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ആ RNA നമ്മൾ പ്രോസസ്സ് ചെയ്യല്ലോ, ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിംഗ് ലെവൽ, റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിങ് ടൈമിലോ, ആ സ്പ്ലൈസിങ് ടൈമിലാണ് നമ്മൾ എടുത്തു പറയുന്നത്, അന്നേരം നമുക്ക് വേണമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് mRNA, ഈ mRNA ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം? നമ്മളെ റൈബോസോമിൻ്റെ അടുത്തേക്ക് പോകണം. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം, ആ സമയത്ത് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അടുത്തത് ട്രാൻസ്ലേഷണൽ ലെവൽ.
പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ഇത്രയും ലെവലിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ട്രാൻസ്ക്രിപ്ഷണൽ ലെവല്, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ലെവല്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെവല്, ട്രാൻസ്ലേഷണൽ ലെവല്, ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം. സോ ഈ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ബാക്ടീരിയാസിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. സോ ദാറ്റ് ഇസ് ഇൻ പ്രോകാരിയോട്ടിലാണെങ്കിൽ നമ്മൾക്ക് ഇതിനെ ഓപ്പറോൺ എന്ന് വിളിക്കാം. ആദ്യമായിട്ട് കേൾക്കല്ലേ നിങ്ങൾ ഓപ്പറോൺ എന്നുള്ളത്? So in prokaryote, control of the rate of transcriptional initiation is a predominant site of control of gene expression. ട്രാൻസ്ക്രിപ്ഷൻ ടൈമിലൊക്കെ, പ്രോകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ ടൈമിലാണ്. ഒന്ന് ആലോചിച്ചോക്കെ, പ്രോകാരിയോട്ടിൽ ഈ സ്പ്ലൈസിംഗ് ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇല്ലല്ലോ. സോ അപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ പ്രിഡോമിനന്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുന്നത്. RNA polymerase at a given promoter is regulated by the interaction with the regulatory protein, activators or inhibitors. എങ്ങനെയാണ് നമുക്ക് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുക? RNA പോളിമറേസ് ആണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നത് നമുക്കറിയാം അല്ലെ. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ കൺട്രോൾ ചെയ്യുന്ന എൻസൈം. ആ എൻസൈമിന് വേണമെങ്കിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാം. ആക്ടിവേറ്റേഴ്സ് ഓർ ഇൻഹിബിറ്റേഴ്സ്. ആക്ടിവേറ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന ആള്, ഇൻഹിബിറ്റേഴ്സ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആള്. ട്രാൻസ്ക്രിപ്ഷനെ ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാം. അതിനെയാണ് റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് പറയുക. ഈ റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്നിട്ട് RNA പോളിമറേസിനെ എയ്തർ വിൽ ആക്ടിവേറ്റ് ഓർ ദേ വിൽ ഇൻഹിബിറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്. The accessibility of the promoter region of prokaryotic DNA is many cases regulated by the interaction of proteins with the sequences termed operons. എങ്ങനെയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഓപ്പറേറ്റർ റീജിയൻ ഉണ്ടാവും. പ്രൊമോട്ടർ റീജിയന്റെ തൊട്ടടുത്ത് ഒരു ഓപ്പറേറ്റർ റീജിയൻ ഉണ്ടാവും. അവിടെയാണ് ഇവർ ഈ ഓപ്പറേറ്റർ റീജിയനിലാണ് ഇവർ പോയിട്ട് ബൈൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, റെഗുലേറ്റേഴ്സ് ഉണ്ട്, റെഗുലേറ്ററി പ്രോട്ടീൻസ് ഇല്ലേ, ആക്ടിവേറ്റേഴ്സ് ഓർ ഇൻഹിബിറ്റേഴ്സ്. അവർ പോയിട്ട് നമ്മുടെ പ്രൊമോട്ടറിന്റെ തൊട്ടടുത്തായിട്ട് ഓപ്പറേറ്റർ റീജിയൻ ഉണ്ടാവും. അവിടെ പോയിട്ടാണ് ബൈൻഡ് ചെയ്യുക. അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്താൽ എയ്തർ നമ്മൾ RNA പോളിമറേസിന് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, ആക്ടിവേറ്റേഴ്സ് ആണെങ്കിൽ വർക്ക് ചെയ്യാം, ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ഇപ്പം കേൾക്കുമ്പോൾ ഭയങ്കര കാണാത്ത ലോകത്ത് ചെന്ന പോലെ എന്നൊക്കെ തോന്നും. പക്ഷേ ഇനി അങ്ങോട്ട്, അതായത് അതിൻ്റെ ആ ചിത്രമൊക്കെ കണ്ടു പഠിക്കുമ്പം ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ഈച്ച് ഓപ്രോൺ ഹാസ് ഇറ്റ് സ്പെസിഫിക് ഓപ്പറേറ്റർ ആൻഡ് സ്പെസിഫിക് റിപ്രസർ. ഒരു ഓപ്രോണിൽ, ഓപ്രോൺ എന്ന് പറയുന്നത് ആ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത്. സോ ഈച്ച് ഓപ്രോൺ ഹാവ് എൻ ഓപ്പറേറ്റർ, സ്പെസിഫിക് ഓപ്പറേറ്റർ ആൻഡ് എ സ്പെസിഫിക് റിപ്രസർ. ഒരു ഓപ്പറേറ്ററും ഉണ്ടാവും, ഒരു റിപ്രസറും ഉണ്ടാവും. ഒരു സ്പെസിഫിക് ആയിരിക്കും അവർക്ക്. ഓക്കെ, റിപ്രസർ റീജിയനും സ്പെസിഫിക് ആയിരിക്കും, ഓപ്പറേറ്റർ റീജിയനും സ്പെസിഫിക് ആയിരിക്കും. ലാക്ക് ഓപ്പറേറ്റർ is present only in lac operon and interact specifically with the lac repressor only. ഇവർ വളരെ സ്പെസിഫിക് ആയിരിക്കും, വേറെ ആൾക്കാരെടുത്തൊന്നും പോയി പരിപാടി നടത്തൂല. എങ്ങനെയാണ്? വളരെ സ്പെസിഫിക് ആണ്. ലാക്ക് ഓപ്പറേറ്റർ ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാക്ക് ഓപ്പറോൺ. ലാക്ക് ഓപ്പറോണിൽ ലാക്ക് എന്ന് പറയുന്നത് ലാക്ടോസിനെയാണ് നമ്മൾ ലാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾ ലാക്ക് എന്ന് കേട്ടിട്ട് നിങ്ങൾ വേറെ എന്ന് വിചാരിക്കരുത്. ലാക്ടോസ്, ആൻഡ് യു നോ വാട്ട് ലാക്ടോസ്, അതൊരു ഡൈസാക്രൈഡ് അല്ലേ, ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നാണ് ലാക്ടോസ്. ഓക്കെ, സോ ലാക്ടോസ് അല്ലെ, ലാക്ക് ഓപ്പറോണിൽ മാത്രമാണ് ലാക്ക് റിപ്രസർ ഉള്ളത്, ലാക്ക് ഓപ്പറേറ്റർ ഉള്ളത്. ഈ ലാക്ക് ഓപ്പറേറ്റർ അത് ഇന്ററാക്ട് സ്പെസിഫിക്കലി വിത്ത് ലാക്ക് റിപ്രസർ. ലാക്ക് റിപ്രസറുമായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യുള്ളൂ. അല്ലാതെ വേറൊരു ഓപ്പറോണും കൂടി ഉണ്ട്, ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ. ഓക്കെ, ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ, TRP ഓപ്പറോൺ. ഇത് പോയിട്ട് ഇയാളെടുത്തൊന്നും ലാക്ക് റിപ്രസറിന്റെ പോയി വർക്ക് ചെയ്യില്ല. പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവർ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരൊരു ടീമാ. ഓക്കെ, ഇയാൾക്ക് പോയിട്ട് വേറെ ആൾക്കാരെടുത്ത് പോയി പരിപാടി നടത്താൻ പറ്റില്ല. സോ ദേ ആർ സ്പെസിഫിക് ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തത് ദ ലാക്ക് ഓപ്പറോൺ. നമ്മൾ ജേക്കബ് ആൻഡ് മോണോഡ് ഇവരാണ് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, ലാക്ക് ഓപ്പറോൺ. ഓക്കെ, ദ ലാക്ക് ഓപ്പറോൺ, ലാക്ക് മീൻസ് ലാക്ടോസ്. ഇറ്റ്സ് എ പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ. പോളിസിസ്ട്രോണിക് ആൻഡ് പോളിസിസ്ട്രോണിക് കണ്ടീഷൻ എവിടെയാണുള്ളത്? പ്രോകാരിയോട്ടിൽ അല്ലെ. പോളിസിസ്ട്രോണിക്, ഒരു പ്രൊമോട്ടർ ഒരു ടെർമിനേറ്ററിനും ഇടയ്ക്ക് ഒന്നിലധികം സിസ്ട്രോൺസ് ഉള്ളത് പോളിസിസ്ട്രോണിക്. Polycistronic structural gene is regulated by a common promoter and these polycistronic structural genes are regulated by a common promoter and regulatory genes. ഈ പ്രൊമോട്ടറും അതിൻ്റെ കൂടെയുള്ള കുറച്ച് റെഗുലേറ്ററി ജീൻസും മാത്രമാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞതല്ലേ സിസ്ട്രോൺസ്, നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ. ഓക്കെ,
സച്ച് അറേഞ്ച്മെന്റ് ഇസ് റെഫേർഡ് ടു ആസ് ഓപ്പറോൺ. അങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. ഓക്കെ, പോളിസിസ്ട്രോണിക് കണ്ടീഷൻ ആയിരിക്കും ആൻഡ് മോർ ദാൻ വൺ സിസ്ട്രോൺ ദേ ആർ കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ആൻ ഓപ്പറേറ്റർ, എ സിംഗിൾ പ്രൊമോട്ടർ ആൻഡ് ഇറ്റ്സ് റെഗുലേറ്ററി ജീൻസ്. ഓക്കെ, ഇൻ എ സ്ട്രക്ചറൽ ജീൻ. സോ ഇതാണ് ലാക് ഓപ്പറോണിന്റെ ഒരു സ്ട്രക്ചർ. ഈ ലാക് ഓപ്പറോണിന് ഇതാ ഒരു പി റീജിയൻ, ഒരു ഐ റീജിയൻ, അഗെയിൻ ഇതൊരു പ്രൊമോട്ടർ ആണ്. ഈ ഐ എന്ന് പറയുന്നത് അതിന്റെ റെഗുലേറ്ററി ജീനാണ്. ഓക്കെ, റെഗുലേറ്ററി റെഗുലേറ്ററി പ്രോട്ടീനെ ഉണ്ടാക്കും. എയ്തർ ഇറ്റ് മേ ബി എ ആക്ടിവേറ്റർ ഓർ എ ഇൻഹിബിറ്റർ. ആക്ടിവേറ്റർ ആവാം അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ആവാം. ഓക്കെ, ഇതാണ് അത്. ഇതിന്റെ പ്രൊമോട്ടർ, ഈ ഒരു ഐ ജീനിന്റെ പ്രൊമോട്ടർ ആണ് പി. ഓക്കെ, ഐ ജീനിന്റെ പ്രൊമോട്ടർ ആണ് പി. ഏതൊരു ജീനിന് ഒരു പ്രൊമോട്ടർ വേണമല്ലോ. ഇനി നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയാ സിസ്ട്രോൺ? ഇതൊരു സിസ്ട്രോൺ ആണ്, ഇതൊരു സിസ്ട്രോൺ ആണ്, ഇതൊരു സിസ്ട്രോൺ ആണ്. ദി ഓൾ ഇൻഡിവിജ്വലി കോഡ് ഫോർ ഈച്ച് പ്രോട്ടീൻസ്. ഓരോരോ പ്രോട്ടീന് കോഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ മുഴുവൻ. 3 ജീൻ ഉണ്ട് ഇവിടെ, ZYA. Z will code for beta galactosidase, Y will code for permease and A will code for transacetylase. ഓക്കെ, പ്രോട്ടീന്, ഈ പ്രോട്ടീനൊക്കെ എൻസൈമായിട്ട് ആക്ട് ചെയ്യും. ഇവരൊക്കെ എന്തിനാണ്? ലാക്ടോസ് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആലോചിക്കുക, ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ മുഴുവൻ വേണം. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്രോൺ കോൺസെപ്റ്റിനെ ലാക് ഓപ്രോൺ എന്ന് പേരിട്ടത്. ഓക്കെ, ZYA ജീൻ. ഈ 3 ജീനിന് ഒരു പ്രൊമോട്ടർ വേണ്ടേ? ആ പ്രൊമോട്ടറാണ് ഇത്. ഈ പ്രൊമോട്ടറിന്റെ തൊട്ടടുത്തൊരു ഓപ്പറേറ്റർ ഉണ്ടാവും. ഈ ഓപ്പറേറ്ററിലാണ് നമ്മളെ റെഗുലേറ്ററി ജീൻസിന്റെ റെഗുലേറ്ററി പ്രോട്ടീൻസ് ചെന്ന് ബൈൻഡ് ചെയ്യുക എന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ഇവർ ബൈൻഡ് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഇസ് എൻ ആക്ടിവേറ്റർ, ഈ ലാക് ഓപ്രോൺ വർക്കാവും. ഇഫ് ഇറ്റ് ഇസ് എൻ ഇൻഹിബിറ്റർ, ഈ ലാക്ടോസ് ഓപ്രോണ് വർക്കാവില്ല, ലാക് ഓപ്രോൺ വർക്കാവില്ല. അതാണ് സംഭവം. ഈ ഐ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം, P is a promoter, I is an inhibitor. I എന്ന് പറയുന്നത് ഇൻഹിബിറ്റർ ആണ്. ഇവിടെ ലാക് ഓപ്രോണിൽ ഇൻഹിബിറ്റർ ആണ്. പൊതുവെ ഓപ്രോണിൽ ഏതർ ഇറ്റ് ഇസ് എൻ ആക്ടിവേറ്റർ ഓർ ഇറ്റ്സ് എൻ ഇൻഹിബിറ്റർ. പക്ഷെ ലാക് ഓപ്രോണിൽ ഐ ഏതാണ്? ഇൻഹിബിറ്റർ ആണ്. ലാക് ഓപ്രോണിൽ റെഗുലേറ്ററി ജീൻ, ഒരു ഇൻഹിബിറ്റർ ജീനാണ് റെഗുലേറ്ററി ജീൻ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് കോഡ് ഫോർ ഇൻഹിബിറ്റർ പ്രോട്ടീൻ. ഇൻഹിബിറ്റർ ആണ് ഉണ്ടാവുന്നത്. ഐ എന്ന് പറയുന്നത് ഇൻഹിബിറ്റർ ആണ്. ഒ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. ZYA സ്ട്രക്ചറൽ ജീൻസ് ആണ്. ആൻഡ് ഐ കോഡ് ഫോർ റെപ്രസർ. I code for a repressor, that is repressor or inhibitor. Repress ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആള്. ഓക്കെ, repress ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആള്, രണ്ട് both are same. Repressor, and Z will code for beta galactosidase enzyme, Y will code for permease enzyme, and A will code for transacetylase. Okay, these all are the proteins. So protein acting as an enzyme. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ഈ പേരുകളൊന്ന് ഓർത്ത് വെക്കുക. ഇതിന് അങ്ങോട്ട് ഇനി ഡിഗ്രിക്കൊക്കെ പോയാലും PGക്ക് പോയാലും ഒക്കെ ഈ സാധനങ്ങൾ കേൾക്കാതെ നിങ്ങൾ പോവില്ല. ഓക്കെ, സോ ഇത് ഈ സ്വന്തമായിട്ട് നീങ്ങുന്നു. ഇതാരാണ്? ഇൻഹിബിറ്റർ ആണ് അല്ലേ? ഇൻഹിബിറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന പ്രൊമോട്ടർ ആണ് ഇത്. ഓക്കെ, സോ ദിസ് പ്രൊമോട്ടർ വിൽ കൺട്രോൾ ദ ഇൻഹിബിറ്റർ. ദ ഇൻഹിബിറ്റർ വിൽ പ്രൊഡ്യൂസ് ആൻഡ് റെപ്രസർ mRNA. ഇയാളെന്താ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഒരു റെപ്രസർ mRNA ഉണ്ടാക്കി. ഈ റെപ്രസർ mRNA പോയിട്ട് ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞാൽ റെപ്രസർ പ്രോട്ടീൻ ഉണ്ടായി. റെപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്താൽ എന്ത് നടക്കുമെന്നറിയോ? ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റൈബോസോമിന് വന്നിട്ട്, റൈബോസോം അല്ല, നമ്മളെ RNA പോളിമറേസിന് വന്നിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യാനോ ഇവരെ ട്രാൻസ്ക്രിപ്ഷൻ നടത്താനോ പറ്റില്ല. RNA പോളിമറേസ് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടന്നാലല്ലേ ഇവിടെ mRNA ഉണ്ടാവുള്ളൂ. ഇവിടെ ഇയാൾ വന്ന് കയറി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ RNA പോളിമറേസ് എവിടെ വന്ന് കയറി ഇരിക്കും? പറ്റില്ലല്ലോ. സോ RNA പോളിമറേസിന് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, ഇവർ 3 പേരും ഉണ്ടാവില്ല. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ആൻഡ് ഹൂ ഈസ് എൻ ഇൻഡ്യൂസർ ഹിയർ? ഇവിടെ ലാക് ഓപ്രോണിന്റെ കേസിലുള്ള ഇൻഡ്യൂസർ ആരാ? ഇൻഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്? ഇവരെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്? നമ്മളെ ലാക്ടോസ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാക്ടോസ് മെറ്റബോളിസം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ലാക്ടോസ് ഉണ്ടെങ്കിലല്ലേ ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കേണ്ട എൻസൈംസ് ഉണ്ടായിട്ട് കാര്യമുള്ളൂ അല്ലേ? ലാക്ടോസ് ഇല്ലെങ്കിൽ കിണറ്റിൽ വെള്ളം ഇല്ലാതെ ബക്കറ്റും കപ്പും
കപ്പിയും കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കോരേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ മോട്ടർ വെക്കേണ്ട ആവശ്യമുള്ളൂ. വെള്ളം ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ ലാക്ടോസ് ബോഡിയിൽ ഇല്ലെങ്കിൽ പിന്നെ ഇവരെ 3 പേരെയും ആവശ്യം ഇല്ല. നെഹിഹേ. ഓക്കെ, അപ്പം നമുക്ക് ലാക്ടോസ് സ്റ്റാൻഡ്സ് ആസ് എൻ ഇൻഡ്യൂസർ ഹിയർ. ഈ ലാക്ടോസ് ആണ് നമ്മളെ ഇൻഡ്യൂസർ ഇവിടെ. ഓക്കെ, ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ലാക്ടോസ് ഇല്ലെങ്കിൽ അഗെയിൻ ആലോചിക്കുക, ലാക്ടോസ് ഇല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ദീസ് inhibitor gene will activate and that will transcriptionally produce its mRNA, repressor mRNA, and after translation of this repressor mRNA they will produce a repressor protein, and this repressor protein will bind to the operative region in front of the promoter of these 3 structural genes. While this repressor protein is binded to the operative region, the RNA polymerase cannot function the transcription. Okay, transcription process cannot activate the transcription process. Okay, അപ്പം RNA പോളിമറേസിന് ഇവരെ 3 പേരെയും ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ 3 പേരും ഉണ്ടാവില്ല, ലാക്ടോസ് ഇല്ലല്ലോ ബോഡിയിൽ. Okay, the repressor binds to the operative region or O and prevent RNA polymerase from transcribing the operon. അതൊരു റെഗുലേഷൻ അല്ലേ? നമുക്ക് ബോഡിയിൽ ലാക്ടോസ് ഇല്ലെങ്കിൽ ഇവർ ഉണ്ടാവണ്ട, അപ്പം ഈ ജീനിനെ നമുക്ക് അവിടെ വേണ്ട, ട്രാൻസ്ക്രൈബ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു വെക്കണം. അതിനാണ് നമ്മൾ ഈ ഒരു റെഗുലേറ്ററി പ്രോട്ടീൻ, റെപ്രസർ പ്രോട്ടീൻ, ഇവിടെ റെപ്രസർ പ്രോട്ടീൻ ആണ്. ഇനി മറ്റേ കേസ്, ബോഡിയിൽ ലാക്ടോസ് ഉണ്ട് അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളമുണ്ട്, അപ്പോൾ ഇയാൾ വേണമല്ലോ, ബക്കറ്റും കപ്പയും വേണ്ടേ, അല്ലെങ്കിൽ മോട്ടർ അടിക്കണ്ടേ, അപ്പം ഇയാൾ വേണം കേട്ടോ. ഇവർ 3 പേരും വേണം. ലാക്ടോസ് മെറ്റബോളിസത്തിന് ആൾ വേണം. ലാക്ടോസ് ഉണ്ട് ബോഡിയിൽ. ലാക്ടോസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഈ റെപ്രസർ mRNA ഉണ്ടായി, റെപ്രസർ പ്രോട്ടീൻ ആയാലും റെപ്രസർ പ്രോട്ടീനെ താനിപ്പോൾ പോയിട്ട് ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യണ്ട എന്നും പറഞ്ഞ് പിടിച്ചു വെക്കുന്ന ഒരാളുണ്ട്. ആരാ ഉള്ളത് ഇപ്പം ഇവിടെ നമ്മുടെ ബോഡിയിൽ? പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ, നമ്മളെ ഇൻഡ്യൂസർ അല്ലെങ്കിൽ ലാക്ടോസ്. ബോഡിയിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ ഈ ലാക്ടോസ് കുറച്ച് ലാക്ടോസ് ഓടിച്ചെന്നിട്ട് ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും. നമ്മൾ ഈ റെപ്രസർ പ്രോട്ടീൻ ഇല്ലേ, താൻ ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചേക്കും. ഇയാൾ പോയാൽ എന്താ പ്രശ്നം? ഇയാൾ ഈ റെപ്രസർ പ്രോട്ടീൻ പോയാൽ ഇവിടെ പോയി ബൈൻഡ് ചെയ്യും. RNA പോളിമറേസിന് ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ പറ്റില്ല. പക്ഷേ ലാക്ടോസ് ബോഡിയിൽ ഉള്ളത് കൊണ്ട് ലാക്ടോസ് എന്ത് ചെയ്യും? ലാക്ടോസിന് മെറ്റബോളിസം നടത്തണമല്ലോ. സോ ലാക്ടോസ് എന്ത് ചെയ്യും? റെപ്രസർ പ്രോട്ടീൻ്റെ മുകളിൽ പോയി പിടിച്ചു വെക്കും. എന്നിട്ട് കണ്ടോ, ബൈൻഡ് ചെയ്ത് കണ്ടോ, താനിപ്പോൾ പോകണ്ടെന്ന് പറയും. അപ്പം റെപ്രസർ ഇവിടെ ബൈൻഡ് ചെയ്യില്ല, RNA പോളിമറേസ് ബൈൻഡ് ചെയ്തു, എന്നിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടന്നു, mRNA ഉണ്ടായി. ഇവിടെ ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ് ട്രാൻസ്ലേഷൻ വഴി ഇവർ 3 പേരും ഉണ്ടായി. സോ ദിസ് ഇസ് ലാക്കോപ്രോൺ. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്, ഒരു പണിയുമില്ല. ഓക്കെ, ലാക്ടോസ് ആണ് ഇവിടെ ഇൻഡ്യൂസർ. ലാക്ടോസ് ഇസ് എ സബ്സ്ട്രേറ്റ് ഫോർ ദ എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ് ആൻഡ് റെഗുലേറ്റ്സ് സ്വിച്ചിങ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദി ഓപ്പറോൺ. ഓക്കെ, ഇതാണ് സബ്സ്ട്രേറ്റ്. ഈ എൻസൈംസിന് ആക്ട് ചെയ്യണമെങ്കിൽ ഈ ലാക്ടോസ് വേണം. സോ ലാക്ടോസ് ബോഡിയിൽ ഉണ്ടെങ്കിലാണ് അവിടെ പോയിട്ട് എന്താ പറയുക, നമ്മളെ റെപ്രസറിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുക. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് റെഗുലേഷൻ. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയുക. നെഗറ്റീവ് റെഗുലേഷൻ. ഓക്കെ, ഇനി പോസിറ്റീവ് റെഗുലേഷൻ ഒക്കെ ഉണ്ട്, നിങ്ങൾക്കത് പഠിക്കാനില്ലടാ, സുഖം അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആകെ ജനറ്റിക് കോഡും ട്രാൻസ്ലേഷനും നമ്മളെ ജീനിൻ്റെ റെഗുലേഷനുമാണ്, ജീൻ എക്സ്പ്രഷൻ റെഗുലേഷനുമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ മറക്കരുത്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. സോ നമുക്ക് അടുത്ത ഈ ഒരു ചാപ്റ്ററിന് തീരാൻ പോവുകയാണ്. കുറച്ചും കൂടിയുള്ളൂ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റും പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങും കൂടിയുള്ളൂ. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.